ഹായ് DSPSC എക്സാമിന് പോകുന്ന GRWM കണ്ടാലോ? അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ബ്ലാക്ക് ടീ-ഷർട്ട് ആൻഡ് ബ്ലാക്ക് സ്കേർട്ട്. അതിനുശേഷം ഞാൻ ഐലൈനർ വരയ്ക്കുകയാണ്. ഡാസ്ലറിൻ്റെ പെൻ ഐലൈനർ ആയിരുന്നു ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തത്. പക്ഷെ അതിപ്പോൾ വലിയ ബ്രൈറ്റ്നെസ് ആയിട്ട് വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് ഞാൻ ഈ കെൻറ്റിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെൻറ്റ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഡാസ്ലറിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് വരെ ഞാൻ ഈ കെൻറ്റായിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അതിനുശേഷം കുറച്ച് ബ്ലഷ് വരാനായിട്ട് ഞാൻ 2 ചീക്സിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ പൊട്ടാണ് ഇടുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഇതിൽ ഞാൻ പൗഡറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പണ്ട് പൗഡർ ഇട്ടത്. ഞാനിപ്പോൾ പൗഡർ ഞാൻ മുഖത്ത് യൂസ് ചെയ്യത്തില്ല. പിന്നെ ബ്ലഷ് വരാൻ വേണ്ടി ചുമ്മാ ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടും ഞാനിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യും. ചുമ്മാ അപ്ലൈ ചെയ്യും. അതിന് ശേഷം കമ്മലിടുന്ന ചടങ്ങാണ്. അപ്പോൾ ഏത് കമ്മലിടണം എന്ന് കൺഫ്യൂഷനായിരുന്നു. കാരണം ഒരുപാട് ബ്ലാക്ക് കമ്മൽസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ഒരു റിംഗ് ബ്ലാക്ക് കമ്മലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കമ്മലൊക്കെ ഇടുന്ന ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആക്ച്വലി എനിക്ക് വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ചെറിയ ചെറിയ കളക്ഷനേ ഉള്ളൂ. അതിനുശേഷം സ്ലൈഡ് തപ്പുന്ന പരിപാടിയായിരുന്നു. ബ്ലാക്ക് സ്ലൈഡാണ് വേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബ്ലാക്ക് സ്ലൈഡിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. സ്ലൈഡും നേരത്തെ ഞാൻ കമ്മൽ കാണിച്ചതുപോലെ വലിയ കളക്ഷനൊന്നും ഇല്ല. കുറച്ച് കളക്ഷനൊക്കെ കൂട്ടണം. കളക്ഷനൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് സ്ലൈഡാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നേ, കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞ് സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ അതോർത്തു, ബാഗിൽ നിന്ന് അതെടുത്തു. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് സ്ലൈഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത് മുടി ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്ലൈഡാണ് സത്യം പറഞ്ഞാൽ വലിയ വലിയ സ്ലൈഡിനെ കാട്ടി ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതാകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ അത് എന്താ പറയുക, ഒരു കംഫർട്ടബിളാണ്. വലുതും കംഫർട്ടബിളാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലിപ് ബാമാണ്. ലിപ് ബാം എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ ഇട്ടിരിക്കും കേട്ടോ. എവിടെ പോയാലും ഞാൻ ലിപ് ബാം ഇട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കമ്പനി എന്താണെന്ന് എനിക്കറിയില്ല. ഇത് രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഈ ലിപ് ബാം യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക്, ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞൊരു ഫുൾ വ്ളോഗിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കമ്പനിയാണ് ഇൻസൈറ്റ്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ലിപ് ബാം ഇട്ടതിന് ശേഷം ഞാൻ എപ്പോഴും ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഇതൊരു ലിപ് ബാം ഇടുമ്പോഴത്തേക്കും ഓൾറെഡി റെഡ് കളർ ചുണ്ടിൽ വരും. അപ്പോൾ ഓവർ റെഡ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ തല ചീക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ റെഡിയായി ലച്ചുവിന് ടാറ്റ പറയാൻ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ. അപ്പോൾ ലച്ചു ടാറ്റ എന്നൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചേച്ചിയും ലച്ചുവും കൂടെ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പോവുകയാണ്. പിന്നെ അമ്മയും ഞാനും കൂടെ എക്സാം സ്ഥലത്തെത്തി. ടൈം ഉള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അമ്മ പൊറോട്ടയും ഗ്രേവിയാണ് കഴിച്ചത്. അപ്പോൾ അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ സ്കൂളിലെത്തി വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം എഴുതി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ, ടാറ്റാ.